നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി. പോളിംഗ് ശതമാനം 70 കടന്നു. പല ബൂത്തുകളിലും ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. വടകരയിലും കൊല്ലത്തുമടക്കം ഈ രാത്രിയിലും സ്ത്രീകളടക്കമുള്ളവർ വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പല ബൂത്തുകളിലും വോട്ടിംഗ് മെഷീൻ പണി കൊടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രാവിലെ മുതൽ പല ബൂത്തുകളിലും മന്ദഗതിയിലായിരുന്നു പോളിംഗ്. ഇത് ബോധപൂർവമാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് തന്നെ രംഗത്തെത്തുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമാണ്. അതുമാത്രവുമല്ല, കേരളത്തിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് കണ്ണൂരിലും വടകരയിലുമടക്കം കള്ള വോട്ടുകൾ നടത്താനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു. അതിൽ പലരെയും പിടികൂടി. ഓപ്പൺ വോട്ടിൽ കള്ളത്തരം കാണിക്കാൻ ശ്രമിച്ച തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ പിടികൂടി അവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയുമുണ്ടായി. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ രീതിയിൽ അട്ടിമറി ശ്രമം നടന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ BJP ഇക്കാര്യത്തിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് വൈകാൻ കാരണം, വോട്ടെടുപ്പ് വൈകാൻ കാരണം പലപ്പോഴും ഇടത് അനുകൂലികളായ ഉദ്യോഗസ്ഥരാണ് പല ബൂത്തുകളിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അവരുടെ അനാസ്ഥയും പിടിപ്പുകേടുമാണ് ഇത്തരത്തിൽ വോട്ടെടുപ്പ് വൈകാൻ കാരണമായി പറയുന്നത്. എന്തായാലും വടകരയടക്കമുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ശക്തമായ പോളിംഗ് നടക്കേണ്ടതാണ്. ഇപ്പോൾ രാത്രിയും ആളുകൾ ക്യൂ നിൽക്കുന്നു. ഈ ക്യൂ തുടരുകയാണെങ്കിൽ രാത്രി 9 മണിയായാലും ആളുകൾ വോട്ട് ചെയ്ത് അവസാനിക്കില്ല. വൈകുന്നേരം 6 മണി വരെ പോളിംഗ് ബൂത്തിനുള്ളിലേക്ക് കയറിയ വോട്ടർമാർക്ക് സ്ലിപ്പുകൾ നൽകിയിട്ടുണ്ട്. അവരെ വോട്ട് ചെയ്യാൻ കൃത്യമായി അനുവദിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കേരളത്തിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള സമയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പത്തനംതിട്ടയിൽ UDFിൻ്റെ കോൺഗ്രസിൻ്റെ ചിഹ്നം വലിപ്പം കുറഞ്ഞുപോയി. BJPയുടെ താമര ചിഹ്നം വലിപ്പം കൂടുതലായിട്ടാണ് അച്ചടിച്ചിട്ടുള്ളത് എന്ന ആരോപണം ആന്റോ ആന്റണി രാവിലെ മുതൽ ഉന്നയിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം ആന്റോ ആന്റണി ഉന്നയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തപ്പോൾ ആ വോട്ട് ലഭ്യമായത് താമര ചിഹ്നത്തിലാണെന്ന ആക്ഷേപം ഉന്നയിച്ച് മണിക്കൂറുകളോളം അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ 3 മണിക്കൂറോളമാണ് കോൺഗ്രസിൻ്റെ സമരത്താൽ വോട്ടെടുപ്പ് നിർത്തിവെച്ചത്. എന്നാൽ ഇത് പരാജയ ഭീതി മൂലം ഭ്രാന്ത് പിടിച്ചതിൻ്റെ ഫലമാണെന്ന് PC ജോർജ് ആരോപിച്ചു. അതായത് ആന്റോ ആന്റണിയും കോൺഗ്രസും പത്തനംതിട്ടയിൽ പരാജയം ഉറപ്പിച്ചു. അവിടെ അനിൽ ആന്റണിയുടെ വിജയം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അനാവശ്യമായ വിവാദങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷം ആരോപിച്ച് ജനങ്ങൾ തള്ളിക്കളഞ്ഞ ആ വിവാദം, അതായത് തെരഞ്ഞെടുപ്പ് VVPATൻ്റെ, അതായത് തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൻ്റെ വോട്ടെണ്ണൽ യന്ത്രത്തിലെ സാങ്കേതിക തകരാർ ചൂണ്ടിക്കാട്ടിയുള്ള ആക്ഷേപം. ഏത് ബട്ടണിൽ അമർത്തിയാലും വോട്ടെല്ലാം BJPക്ക് പോകുമെന്ന മണ്ടൻ പ്രചരണം, ആ പ്രചരണം ഇപ്പോഴും തുടരുകയാണ്. UDF കേരളത്തിൽ എന്നതിൻ്റെ തെളിവാണ് ആന്റോ ആന്റണിയുടെ പ്രതികരണം എന്ന് PC ജോർജ് കളിയാക്കുന്നു. അതിന് ചൂടുപിടിച്ചുള്ളതാണ് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ പ്രതികരണം. കേരളത്തിൽ പലയിടങ്ങളിലും വോട്ടിംഗ് വൈകിയതിൻ്റെ കാരണം യന്ത്രങ്ങളെ ബോധപൂർവമായി നടത്തിയ ചില ക്രമക്കേടുകളാണ്. അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ളതാണ്. അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ്, മന്ദഗതിയിലെ പോളിംഗ്, മണിക്കൂറുകളോളം വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം, പോളിംഗ് ബൂത്തുകളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കാതിരിക്കുന്നത് തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി. ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തതയും വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വന്ന സമയദൈർഘ്യവും കാരണം വോട്ടർമാർക്ക് ഏറെ നേരം ബൂത്തുകളിൽ കാത്തു നിൽക്കേണ്ടി വന്നുവെന്നും ഇത് വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ടെന്നും KPCCയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നു. 4 മണിക്കൂറോളം വോട്ട് ചെയ്യാൻ കാത്തുനിന്ന ആളുകൾ ഒടുവിൽ വോട്ട് ചെയ്യാതെ മടങ്ങുന്ന സാഹചര്യം പല ബൂത്തുകളിലും ഉണ്ടായി. ബട്ടണിൽ വോട്ട് കുത്തിയിട്ടും മുമ്പെങ്ങുമില്ലാത്ത വിധം ഏറെ സമയം കഴിഞ്ഞാണ് ബീപ്പ് ശബ്ദമുണ്ടാകുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും. ഇതാണ് പലപ്പോഴും വോട്ടിംഗ് മന്ദഗതിയിലാകാനുള്ളതിന് കാരണം. അതുകൊണ്ട് ഇതിൽ എന്തൊക്കെയോ ബോധപൂർവമായ അട്ടിമറിയുടെ ശ്രമങ്ങളുണ്ട് എന്നും MM ഹസൻ പരാതിയിൽ ഉന്നയിക്കുന്നു.
പത്തനംതിട്ടയിൽ 3 മണിക്കൂറോളം വോട്ടിംഗ് നിർത്തിവെച്ചിട്ടും അവിടെ വോട്ടിങ്ങിന് അധിക സമയം അനുവദിച്ചില്ല എന്നുള്ളതും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടപ്പോൾ 6 മണിവരെ ക്യൂവിൽ നിന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകാമെന്ന് മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത്. കാസർഗോഡ്, കണ്ണൂർ മണ്ഡലങ്ങളിലെ പാർട്ടി ഗ്രാമങ്ങളിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും ഉണ്ടായതായും KPCCയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നു. വടകരയിൽ ഓപ്പൺ വോട്ടിലെ ക്രമക്കേടിന് കൂട്ടുനിന്ന 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇവർക്ക് സസ്പെൻഷൻ മാത്രം പോരാ, കർശനമായ ശിക്ഷണ നടപടികൾ നൽകണമെന്നും MM ഹസൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഒരു മണ്ഡലത്തിലും UDFന് പരാജയ ഭീതിയില്ലെന്നാണ് KPCC ആക്ടിംഗ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. 20 മണ്ഡലങ്ങളിലും വലിയ വിജയപ്രതീക്ഷയാണ് UDFന് ഉള്ളത്. വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതാണ് പല ബൂത്തുകളിലും വോട്ടിംഗ് വൈകാൻ കാരണം. പല ബൂത്തുകളിലും 1000-ലധികം ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ചിലയിടത്ത് വൻതോതിൽ ഓപ്പൺ വോട്ട് രേഖപ്പെടുത്തുന്നുമുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർ പോലും ഓപ്പൺ വോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് വളരെയധികം സമയം എടുക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വോട്ടെടുപ്പിനെ കുറിച്ച് വ്യാപകമായ രീതിയിൽ പരാതികളും ഉയരുന്നുണ്ട്. വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്നാണ് വോട്ടർമാരുടെ പരാതി. പലരും തലചുറ്റി വീണെന്നും ഇവർ വ്യക്തമാക്കുന്നു. കുറവ് ബൂത്തുകളും ഉദ്യോഗസ്ഥരുടെ വേഗതയില്ലായ്മയുമാണ് പ്രതിസന്ധി വർദ്ധിപ്പിച്ചതെന്നാണ് പ്രധാനമായ ആരോപണം. വടകരയിൽ വോട്ടിംഗ് മന്ദഗതിയിലായതിനെതിരെ KK രമ MLA തന്നെ രംഗത്ത് വന്നിരുന്നു. രാവിലെ മുതൽ തന്നെ വോട്ടെടുപ്പ് മന്ദഗതിയിലായിരുന്നു. സ്ത്രീകളടക്കമുള്ളവർ പല ബൂത്തുകളിൽ നിന്നും മടങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണ്. വടകരയിൽ ഇത് വലിയ തോതിൽ പ്രശ്നബാധിതമാകുമെന്നാണ് KK രമയുടെ വെളിപ്പെടുത്തൽ. ഈ പോക്ക് പോവുകയാണെങ്കിൽ രാത്രി 10 മണിയായാലും വോട്ടിംഗ് അവസാനിക്കില്ലെന്നാണ് തോന്നുന്നതെന്നും തിരികെ പോയ പലരെയും തിരിച്ചെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും KK രമ വ്യക്തമാക്കി. കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത അവസ്ഥയാണ് വടകരയിലേതെന്ന് അവർ ആരോപിച്ചു. ഉദ്യോഗസ്ഥ നടപടിക്രമങ്ങൾ വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. വോട്ടിംഗ് കഴിഞ്ഞാലുള്ള ബീപ്പ് ശബ്ദം 7 സെക്കൻഡ് കഴിഞ്ഞാണ് വരുന്നത്. സാധാരണ ഇത് 7 സെക്കൻഡിനുള്ളിൽ വരേണ്ടതാണ്. പലപ്പോഴും 20-22 സെക്കൻഡ് കഴിഞ്ഞാണ് ബീപ്പ് ശബ്ദം എത്തുന്നത്. ഇതാണ് വോട്ടിംഗ് തുടക്കം മുതൽ മന്ദഗതിയിലാകാനുള്ള പ്രധാന കാരണമെന്നും KK രമ ആരോപിച്ചു. ഏറ്റവും അധികം ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. വടകരയിൽ വ്യാപകമായ രീതിയിൽ ബൂത്ത് പിടുത്തവും കള്ളവോട്ടിനുള്ള ശ്രമവും ഉണ്ടായെന്നും കോൺഗ്രസ് ആക്ഷേപമുന്നയിച്ചിട്ടുണ്ട്.